അവരാഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു സ്നേഹത്തിനോ എൻ്റെ ഒരു ചേർത്ത് നിർത്തലിനോ ഒന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനുമായുള്ള ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ് എന്ന് പലതരം കാഴ്ചകളിലൂടെയും സംഭവങ്ങളിലൂടെയും വാർത്തകളിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യത്വപരമായിട്ടുള്ള പല ഇടപെടലുകളും പല സംഭവങ്ങളിലും അദ്ദേഹം നടത്തി ശ്രദ്ധേയനായിട്ടുമുണ്ട് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ. പക്ഷേ അതിലുപരിയായിട്ട് അദ്ദേഹം നല്ല ഒരു ഭർത്താവാണ്, നല്ല ഒരു അച്ഛനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഇന്റർവ്യൂവിൽ നിന്നും ബോധ്യപ്പെട്ടു. ഞാൻ എൻ്റെ വീട് നോക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ അത്ര തിരക്കാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ചെയ്യാൻ പാടില്ല. തനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും തൻ്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി സമയം മാറ്റിവെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പലരും ഇന്ന് തിരക്ക് നടിക്കുന്ന ആളുകളാണ്. തിരക്ക് നടിക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തം കുടുംബത്തിനകത്ത് സമയം ചെലവഴിക്കാൻ ആർക്കും താല്പര്യമില്ലാതായിക്കൊണ്ടിരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോഴാണ് സന്തോഷം. വീട്ടിനകത്തേക്ക് കയറിയാൽ പലതരം ടെൻഷനുകളാണ്, അസ്വസ്ഥതകളാണ്, വാക്കേറ്റങ്ങളാണ്. ഇതൊന്നും വേണ്ടല്ലോ. കുടുംബത്തിന് പുറത്ത് പരമാവധി സമയം ചെലവഴിച്ചിട്ട് ലേറ്റായിട്ട് വീട്ടിലെത്താൻ ശ്രദ്ധിക്കുന്ന പുരുഷന്മാർ പോലുമുണ്ട്. എന്തിന് സ്ത്രീകൾ വരെയുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഇന്റർവ്യൂകളിലൂടെ കിട്ടുന്ന മാതൃകകൾ നമുക്ക് വലിയ നന്മയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഇതിലൂടെ പറയാൻ മറ്റൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം കുടുംബത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്, സമൂഹത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. നല്ലൊരു രാഷ്ട്രീയ നേതാവിന് വേണ്ട സകല ഗുണങ്ങളും അദ്ദേഹത്തിൽ നമ്മൾ നിലവിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ചെറിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രീ VD സതീശൻ ശ്രമിച്ചാൽ എല്ലാവർക്കും അത് നല്ലതാണ് എന്ന് തോന്നുന്നു. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ്, ഉപദേശമൊന്നുമായിട്ട് ആരും കണക്കാക്കേണ്ട. പലതരം വീഡിയോകൾ കഴിഞ്ഞ ദിവസം നടി റിനി ആൻഡ് ജോർജുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടു. അവർ അത്രയും തിരക്കുള്ള ഇടത്ത് ആ ഒരു വേദിയിൽ, സത്യപ്രതിജ്ഞാ വേദിയിൽ എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വെയിലത്ത് ഈ വിജയത്തിന് വേണ്ടി അലഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അല്ലെങ്കിൽ യുവാക്കൾക്ക് പോലും സാധാരണ പ്രവർത്തകർക്ക് പോലും കയറാൻ പറ്റാതിരുന്ന ഇടത്ത് എങ്ങനെ പാസ് കിട്ടി ആ റിനി എന്ന നടി കയറി എന്നത് ഒരു ചോദ്യമായിട്ട് പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്, ശ്രീ VD സതീശനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം അവരെ എങ്ങനെയാണ് നാട്ടുകാർ ലോകം അറിഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൂടെയാണ് റിനി എന്നൊരു നടി ഉണ്ടെന്ന് തന്നെ നാട്ടുകാരെ അറിയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ ലോകം അറിയുന്നത് അന്നാണ്. അപ്പോൾ അവർ എന്തിന് അവിടെ എത്തി, എന്തുകൊണ്ട് അവിടെ നിന്ന് സെൽഫികൾ ഒരുപാട് എടുത്തുകൂട്ടി, അവർ പലതരം അടിക്കുറിപ്പുകളോടെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അത് പങ്കുവെക്കുന്നു. ശ്രീ VD സതീശനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോകൾ അവരിങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് താൻ വലിയ അടുപ്പത്തിലാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കത്തക്ക വിധത്തിലുള്ള ഫോട്ടോകളാണ് ഇവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. വലിയ രീതിയിൽ ഒരു പബ്ലിസിറ്റി അവരതിന് കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ സതീശൻ അങ്കിൾ, സതീശൻ അങ്കിൾ, സതീശൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ അടുപ്പം കാണിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ തന്നെ. പക്ഷേ ഇനിയിപ്പോൾ ശ്രീ VD സതീശൻ എന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ഒരു ആരോപണമാണെങ്കിലും അദ്ദേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു വിവാദമാണെങ്കിലും അത് കേരളത്തിൻ്റേത് കൂടിയാണ്. കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായി കൂടി അത് മാറുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ പ്രതീകമാണ് എന്ന് നമുക്ക് പറയാം. കേരളത്തിന്റെ മുഖമാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുജനങ്ങളിൽ ഉൾപ്പെടെ, പ്രവർത്തകരിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഒരു ബാധ്യത കൂടി VD സതീശനുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൂടി കൊടുക്കണം. ഒരു പെണ്ണൊരുമ്പെട്ടാൽ എന്ത് നടക്കും, ഇന്ദ്രനും തടുക്കാൻ പറ്റില്ല എന്ന് പറയും. പെണ്ണുങ്ങൾ ഒരുമ്പെട്ട് ഒരുപാട് രാഷ്ട്രീയക്കാർ അവരുടെ ജീവിതം ഇല്ലാതാക്കി, അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുണ്ട്. ചരിത്രം ആവർത്തിച്ചുകൂടാ, ചരിത്രങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ചുകൂടാ. കുടുംബത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യത്വത്തിനും മനുഷ്യരോട് പെരുമാറാൻ ഇത്രയും അറിയാവുന്ന മുഖ്യമന്ത്രി VD സതീശൻ ആ ഒരു കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ വെച്ചാൽ അത് നന്നായിരിക്കും. രാഷ്ട്രീയ ഭാവിക്കും വ്യക്തിജീവിതത്തിനും അത് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരു സാധാരണ നാട്ടുകാരി, ഒരു വോട്ടർ എന്നുള്ള നിലയിൽ മാത്രമാണ് ഈ ഇരുന്ന് പറയുന്നത്. അത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തിലും അവരവിടെ കയറി ചെന്നു. അവരെ നാട്ടുകാർ കൂവി ഓടിക്കുന്ന വീഡിയോയൊക്കെ ഞാനും കണ്ടായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ അവരെ കൂവി ഓടിക്കുകയായിരുന്നു. എന്നിട്ടും ചിരിച്ചുകൊണ്ട് നിന്നാണ് അവർ സെൽഫി എടുത്തതും. അത്രയ്ക്കും ഒരു മനക്കട്ടിയുള്ള, തൊലിക്കട്ടിയുള്ള ഒരു സ്ത്രീയാണ് അവരെന്ന് ഇതിനു മുമ്പ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിലപാടുകളില്ലാത്ത ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അവരെന്തിനാണ്
എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഒരു വിഷയത്തിൽ വലിഞ്ഞു കയറി ചെല്ലുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറുന്നത്, ഈ പ്രത്യേകിച്ച് വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വലിഞ്ഞു കയറി ചെല്ലുന്നത് എന്ന് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. പ്രത്യേക ഒരു സ്വാതന്ത്ര്യം വി ഡി സതീശൻ അനുവദിച്ചിട്ടുണ്ടോ? വി ഡി സതീശന്റെ സമ്മതത്തോടു കൂടിയും അറിവോടുകൂടിയുമാണോ അവർ ഈ സ്വാതന്ത്ര്യം എടുക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതെന്താണെങ്കിലും അതിനെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എനിക്ക് തന്നെ എത്രയോ പ്രേക്ഷകരാണ് എന്നോട് മെസ്സേജ് അയച്ചും മെയിൽ അയച്ചും ഒക്കെ പറയുന്നത് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം ചെയ്താൽ. കാരണം നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ പെണ്ണു മൂലം തകർന്ന പല ജീവിതങ്ങളുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുണ്ട്. ഇതൊരു തേർഡ് റേറ്റ് വിഷയമായിട്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ചിലയിടത്ത് ചില നിയന്ത്രണങ്ങൾ എല്ലാവരും വെക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന, ഒരുപാട് അറിവുള്ള ഒരു മനുഷ്യനാണ്. നമുക്ക് കുറേ ഡിഗ്രിയും കുറേ വായിച്ചുള്ള അറിവും കയ്യിലിരുന്നാൽ മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചില അറിവുകൾ കൂടി വേണം, ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിലും സ്ഥലത്തില്ലെങ്കിലും ഞാൻ അവരെ നിരന്തരമായി ബന്ധപ്പെടുകയും അവരുടെ രണ്ടുപേരുടെയും ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ശ്രീ വി ഡി സതീശനെ കുറിച്ച് കൂടുതൽ അറിയും തോറും അദ്ദേഹത്തോടുള്ള ആദരവ്, സ്നേഹമൊക്കെ കൂടുന്നുണ്ട്, വിശ്വാസമൊക്കെ കൂടുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷേ ജനങ്ങളിലെല്ലാമുള്ള ആ ഒരു വിശ്വാസം, ജനങ്ങളിലെല്ലാം കൂടിക്കൂടി വരുന്ന ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു രീതി, അതിനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാം വ്യക്തമായി. ഇപ്പോൾ ഇത്രയും അധികം പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയൊക്കെ റോഡിൽ യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഈ പറയുന്നത് പോലെ Z+ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് അത്രയും സുരക്ഷ ആവശ്യപ്പെടാതെ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ എങ്കിലും വേണ്ട. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഞാനൊരു സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു. ഞാനൊരു വാഹനവും കൊണ്ട് റോഡിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സ്റ്റക്കായി കിടക്കുന്നു, ബ്ലോക്കായി കിടക്കേണ്ടി വരുന്നു എൻ്റെ മുഖ്യമന്ത്രി പോകുന്നതിൻ്റെ പേരിൽ. അത് എത്ര വലിയ അസ്വസ്ഥത എന്നിൽ ഉണ്ടാക്കും. ചിലപ്പോൾ ഞാൻ പുച്ഛിക്കും, ഞാൻ പരിഹസിക്കും, അല്ലെങ്കിൽ ഞാൻ ചിരിക്കും, എനിക്ക് ദേഷ്യം തോന്നും. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സ് അങ്ങനെയാണ്. ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് എനിക്ക് വലിയ അകമ്പടിയൊന്നും വേണ്ട. പിന്നെ പോലീസിൻ്റെ സുരക്ഷാ ജീവനക്കാരുടെ ഒരു നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം 2-3 വാഹനങ്ങളുടെ അകമ്പടി മതി എന്ന് തീരുമാനിച്ചത് എന്നറിയാൻ കഴിഞ്ഞു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന, ജനങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ചില ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ പ്രദർശനങ്ങളിൽ ഒരു നിയന്ത്രണം പാലിക്കുന്നതും നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കും. റിനി, ഈ പല ആളുകളും ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ മറ്റ് പ്രമുഖരും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവർ പോലും അറിയാതെ ആയിരിക്കും ഇവരെ കാർന്ന് തിന്നുന്നത്. ഒരു ക്യാൻസർ രോഗം പോലെ കാർന്ന് തിന്ന് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിലൊക്കെ ആയിരിക്കും ഇവർക്കത് നേരിട്ട് മനസ്സിലാകുന്നത്, ഇവർക്കതിൻ്റെ ബുദ്ധിമുട്ട് നേരിട്ട് ബോധ്യമാകുന്നത്. അപ്പോഴേക്കും ഒരുപക്ഷെ സമയം ഒരുപാട് വൈകിയിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്ന് വീണ്ടും അപേക്ഷിക്കുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. ഇതൊരു ആരംഭ ശൂരത്വമല്ല എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകൃതം അങ്ങനെയാണെന്നാണ് കണ്ടിടത്തോളം മനസ്സിലാകുന്നത്. നന്മയുള്ള സ്വഭാവമാണ്, നന്മയുള്ള പ്രകൃതമാണ്. മനുഷ്യരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു നല്ല മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന ആശ്വാസത്തിലാണ് ഞങ്ങൾ. ആ ആശ്വാസത്തിൽ വെള്ളം കലർത്താതിരിക്കാൻ അങ്ങ് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വാർത്തയെപ്പറ്റി എന്താണ് തോന്നുന്നത്? കാരണം ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നിരിക്കെ അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്യാൻ, അദ്ദേഹവുമായുള്ള ബന്ധത്തെ ചൂഷണം ചെയ്യാൻ, അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ റിനി എന്ന നടി ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതോ എൻ്റെ ഒരു തോന്നൽ മാത്രമാണോ? എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അഭ്യർത്ഥനകൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു വന്നത്. ഇത്രയും ഞാൻ പറഞ്ഞതിനോട് അനുകൂലിക്കുകയാണെങ്കിൽ അതും, അഥവാ നിങ്ങളിനി പ്രതികൂലിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിനുള്ള കാരണവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതൂ.